ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. രാജ്യത്തിന്റെ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന ചിന്തകളും പ്രവൃത്തികളും ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5ാമത് ദേശീയ മറീൻ ഫിഷറീസ് സെൻസസിന്റെ ഭാഗമായ ഭവനതല വിവരശേഖരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചിയിൽ നിർവഹിച്ചു. കേരളം രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളപ്പിറവി ആഘോഷങ്ങൾക്കൊരുങ്ങി സംസ്ഥാനം. നിയമസഭ നാളെ പ്രത്യേക സമ്മേളനം ചേരും. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ വെർച്വൽ ക്യൂ ബുക്കിംഗ് നാളെ മുതൽ ആരംഭിക്കും. ഇന്ത്യ ഓസീസ് T20 പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് വിജയം. വാർത്തകൾ വിശദമായി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സർദാർ പട്ടേലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ന്യൂഡൽഹി പട്ടേൽ ചൌക്കിലെ സർദാറിന്റെ പ്രതിമയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പുഷ്പാർച്ചന നടത്തി. ഗുജറാത്തിലെ ഏകതാ നഗറിൽ നടന്ന ആഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ പ്രധാനമന്ത്രി ഏകതാ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. BSF, CRPF തുടങ്ങിയ സായുധ സേനാ വിഭാഗങ്ങളും സംസ്ഥാന പോലീസ് സേനകളും പങ്കെടുത്ത ഏകതാ പരേഡിനും അദ്ദേഹം സാക്ഷ്യം വഹിച്ചു. രാജ്യത്തിന്റെ ഘടനയെ ദുർബലപ്പെടുത്തുന്ന ചിന്തകളെയും പ്രവൃത്തിയെയും ഓരോ പൌരനും അവഗണിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. ദിനാഘോഷത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഐക്യത്തിനായുള്ള കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു. ഏകതാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും ഇന്ന് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് സമീപത്തു നിന്ന് ആരംഭിച്ച പദയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. കൊച്ചി വെളിയനാട് ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ നടന്ന യൂണിറ്റി മാർച്ചിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുത്തു. കേരള പോലീസും സംസ്ഥാനത്തുടനീളം ഐക്യത്തിനായുള്ള കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. 5ാമത് ദേശീയ മറീൻ ഫിഷറീസ് സെൻസസിന്റെ ഭാഗമായ ഭവനതല വിവരശേഖരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി CMFRAയിൽ നിർവഹിച്ചു. പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലാണ് ഇക്കുറി സെൻസസ് നടപ്പാക്കുന്നതെന്ന് ഇതോടനുബന്ധിച്ച് നടന്ന ശില്പശാലയിൽ മന്ത്രി വ്യക്തമാക്കി. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കണമെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു. Science should reach the people. That research and this result of the research should reach the people. That is why I say that this bond between communities and science should be there. It is all for the people and the development of our country. സുസ്ഥിര മത്സ്യബന്ധന പരിപാലനത്തിനും നയരൂപീകരണത്തിനും നിർണായകമായ വിവരങ്ങൾ ലഭ്യമാക്കുകയാണ് മറീൻ ഫിഷറീസ് സെൻസസിന്റെ ലക്ഷ്യം. രാജ്യത്തെ 12 ലക്ഷത്തിലധികം മത്സ്യത്തൊഴിലാളി വീടുകളിൽ നിന്ന് ഇതിന്റെ ഭാഗമായി വിവരങ്ങൾ ശേഖരിക്കും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത 4% ഉയർത്തി ധനവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വർദ്ധിപ്പിച്ച DA ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം ലഭ്യമാകും. നവംബർ മാസത്തെ പെൻഷനും ഇത് ബാധകമായിരിക്കും. 18 നിന്നും 22%ആയാണ് DA വർദ്ധിപ്പിച്ചത്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബറിൽ 3600 രൂപ വീതം പെൻഷൻ ലഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നവംബർ 20 മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും. വർദ്ധിപ്പിച്ച 2000 രൂപ പെൻഷനൊപ്പം നേരത്തെയുള്ള കുടിശ്ശികയിലെ അവസാന ഗഡുവും നൽകും. കേരളം രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളാകും. 2021 മുതൽ ആരംഭിച്ച സുദീർഘമായ പ്രക്രിയയിലൂടെയാണ് സംസ്ഥാന സർക്കാർ ഈ ലക്ഷ്യം കൈവരിച്ചതെന്ന് മന്ത്രി MB രാജേഷ് അറിയിച്ചു. ഐക്യകേരളം രൂപീകരിച്ച് നാളെ 69 വർഷം പൂർത്തിയാകും. വിപുലമായ ആഘോഷ പരിപാടികളാണ് കേരളപ്പിറവിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നടക്കുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളപ്പിറവി ആശംസകൾ നേർന്നു. നിയമസഭയുടെ പ്രത്യേക സമ്മേളനവും നാളെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. മലയാള ദിന ഭരണഭാഷാ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തിങ്കളാഴ്ച കേരളം സന്ദർശിക്കും. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. ഉപരാഷ്ട്രപതി ആയതിനു ശേഷമുള്ള ശ്രീ CP രാധാകൃഷ്ണന്റെ ആദ്യ കേരള സന്ദർശനമാണിത്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പരശുറാം എക്സ്പ്രസിന് വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിലും ഹംസഫർ എക്സ്പ്രസിന് കായംകുളം സ്റ്റേഷനിലും അധിക സ്റ്റോപ്പ് അനുവദിച്ചു. ഈ സ്റ്റേഷനുകളിൽ നിന്നുള്ള ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ നിർവഹിക്കും. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഭക്തർക്കായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് നാളെ വൈകുന്നേരം 5 മണി മുതൽ ആരംഭിക്കും. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടത്. ഒരു ദിവസം 70,000 ഭക്തർക്കാണ് വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി സ്ലോട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുക. സൈബർ കുറ്റകൃത്യങ്ങൾ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സൈ ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന പോലീസ് ആരംഭിച്ച റെയ്ഡിൽ കൊച്ചിയിൽ 3 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. തട്ടിപ്പ് പണം എത്തിയിരുന്നത് കോളേജ് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൌണ്ടിലേക്കാണ്. ഗെയിമിംഗിലൂടെ പണം ലഭ്യമാക്കാം എന്ന് കബളിപ്പിച്ചാണ് നിരവധി വിദ്യാർത്ഥികളുടെ അക്കൌണ്ട് വിവരങ്ങൾ തട്ടിപ്പുകാർ വാങ്ങിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗെയിമിംഗ് ആപ്പിൽ കൂടെ കുറേ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ അക്കൗണ്ടിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് വേറെ അക്കൗണ്ടുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ അക്കൗണ്ടുകൾ ഇവർ വാങ്ങുന്നതും ആ അക്കൗണ്ട് വാങ്ങുന്ന സമയത്ത് അവർക്ക് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് മറ്റു കുറേ സ്റ്റുഡൻസ് ഇവർക്ക് അക്കൗണ്ടുകൾ ഏൽപ്പിച്ചത്. തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്ന 300-ലേറെ ബാങ്ക് അക്കൗണ്ടുകൾ കൊച്ചിയിൽ നിന്ന് മാത്രം കണ്ടെത്തി. അക്കൗണ്ടുകൾ നൽകിയ കൂടുതൽ വിദ്യാർത്ഥികളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. അടിമാലി മണ്ണിടിച്ചിലിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ദുരന്തബാധിതർക്ക് ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽ ഇൻഷുറൻസ് പരിരക്ഷയും വാടക വീടും ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ആളുകളെ മാറ്റാൻ തീരുമാനിച്ച് തയ്യാറാക്കിയ ലിസ്റ്റിൽ അപാകതയുണ്ടെന്നാരോപിച്ച് ക്യാമ്പിൽ കഴിയുന്നവർ പ്രതിഷേധം ആരംഭിച്ചു. ക്യാമ്പിൽ നിന്ന് മാറില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. ഇന്ത്യൻ വ്യോമസേന തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മെഹർ ബാബ മത്സരങ്ങളും പ്രദർശനവും തദ്ദേശീയമായി ഡ്രോണുകൾ വികസിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെയുള്ള സംരംഭങ്ങളുടെ മികച്ച ശേഷിയുടെ സാക്ഷ്യപത്രമായി മാറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ഡ്രോണുകൾ സംബന്ധിച്ച് വ്യോമസേനയുടെ ആവശ്യങ്ങൾ വ്യവസായ മേഖലയെ അറിയിക്കാനും സംരംഭകർക്ക് സേനയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകാനും അവസരമൊരുക്കുകയാണ് മെഹർ ബാബ മത്സരങ്ങളിലൂടെ വ്യോമസേന ഉദ്ദേശിക്കുന്നത്. 300 കിലോഗ്രാം വരെ ഭാരം വഹിക്കാവുന്നതും 300 മുതൽ 500 കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുന്നവയായ ഡ്രോണുകളാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പുകൾ അടക്കമുള്ളവർ ഈ രംഗത്ത് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല നോഡൽ ഉദ്യോഗസ്ഥരുടെയും ഭിന്നശേഷി അസോസിയേഷൻ ഭാരവാഹികളുടെയും ഓൺലൈൻ യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ വിളിച്ചു ചേർത്തു. SIR നടത്തിപ്പിനാവശ്യമായ പൂർണ്ണ സഹകരണം വിവിധ വകുപ്പുകളിൽ നിന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തേടി. ഭിന്നശേഷിക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും കിടപ്പുരോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവശ്യ സഹായങ്ങൾ എത്തിക്കാനുമുള്ള സഹകരണം അസോസിയേഷൻ ഭാരവാഹികളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യ ഓസീസ് T20 പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് വിജയം. 126 റൺസ് വിജയലക്ഷ്യം ഉയർത്തിയ ഇന്ത്യയെ 13.2 ഓവറിൽ 4 വിക്കറ്റ് ബാക്കി നിൽക്കെയാണ് ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് 49 റൺസ് എടുക്കുന്നതിനിടെ 5 വിക്കറ്റുകൾ നഷ്ടമായി. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 466 പോയിന്റ് ഇടിഞ്ഞ് 83,939-ലും നിഫ്റ്റി 156 പോയിന്റ് താഴ്ന്ന് 25,722-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില പവന് 1,320 രൂപ വർദ്ധിച്ച് 90,400 രൂപയും ഗ്രാമിന് 11,300 രൂപയുമായി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ 2ാം പ്രതിയും മുൻ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ മുരാരി ബാബുവിനെ റാന്നി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. നവംബർ 13 വരെയാണ് റിമാൻഡ് കാലാവധി. പ്രധാന വാർത്തകൾ വീണ്ടും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. രാജ്യത്തിന്റെ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന ചിന്തകളും പ്രവൃത്തികളും ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5ാമത് ദേശീയ മറീൻ ഫിഷറീസ് സെൻസസിന്റെ ഭാഗമായ ഭവനതല വിവരശേഖരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചിയിൽ നിർവഹിച്ചു.
കേരളം രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളപ്പിറവി ആഘോഷങ്ങൾക്കൊരുങ്ങി സംസ്ഥാനം. നിയമസഭ നാളെ പ്രത്യേക സമ്മേളനം ചേരും. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ വെർച്വൽ ക്യൂ ബുക്കിംഗ് നാളെ മുതൽ ആരംഭിക്കും. ഇന്ത്യ ഓസീസ് T20 പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.